ചികിത്സാ പിഴവിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി. 25 ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ കാലിൽ സൂചികഷ്ണം തറച്ചു കയറിയ നിലയിൽ കണ്ടെത്തി. തുടയിൽ പഴുപ്പ് കണ്ടതോടെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പരിശോധിക്കുമ്പോഴാണ് 3 സെന്റിമീറ്റർ നീളമുള്ള സൂചികഷ്ണം കണ്ടെത്തിയത്. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രതിരോധ കുത്തിവെപ്പ് എടുത്തപ്പോൾ വന്ന പിഴവാണെന്ന് കാട്ടി പെരിക്കോം സ്വദേശിയായ പിതാവ് ശ്രീജു മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ജനിച്ച് 2ാം ദിവസം നൽകിയ കുത്തിവെപ്പിന് ശേഷമാണ് കുഞ്ഞിന് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും 2 തവണ പരിയാരം മെഡിക്കൽ കോളേജ് കാണിച്ചിട്ടും തുടയിലെ പഴുപ്പ് കുറയാതിരുന്നതോടെയാണ് പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതെന്നും കുഞ്ഞിന്റെ പിതാവ് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റേഷനിൽ വരുന്നത്. അല്ലാണ്ട് നമ്മൾ വേറെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നില്ല. നമ്മൾ ആകെപ്പാടെ വന്നത് ഈ ഹോസ്പിറ്റലിൽ ഒന്ന് പ്രസവിക്കുന്ന സമയത്ത് വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണിക്കാൻ വന്നു. അതിന് കുറവില്ലാത്തതുകൊണ്ട് 5 ദിവസം കഴിഞ്ഞിട്ട് ആദ്യം വന്നു. പിന്നെയും കുറവില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയത്. നമ്മൾ വീട്ടിൽ സൂചി ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുന്നതാണ് ഈ സംഭവം. അതായത് ജനിച്ചതിന് അങ്ങനെയാണ് എന്തായാലും 24 മണിക്കൂറിനുള്ളിൽ ഇഞ്ചക്ഷൻ. ജനിച്ചതിന് ശേഷം ആകെ 2 ഇഞ്ചക്ഷൻ എന്നാണ് അവർ പറയുന്നത്. 2 വാക്സിൻ, 3 വാക്സിൻ ഉണ്ട്. ഒന്ന് വായിലേക്ക് കൂടെ കൊടുക്കുന്ന ഒരു OP വാക്സിനും, ഒന്ന് BCG, ഒരു ഹെപ്പറ്റൈറ്റിസ് B മഞ്ഞപ്പിത്തത്തിനെതിരെ. അപ്പം കാലിനെടുത്ത വാക്സിനാണ് കുഴപ്പം. എന്ന് വെച്ചാൽ BCG കഴിക്കാന്ന് എടുക്കാം. അപ്പോൾ കാലിനെടുത്ത സ്വാഭാവികമായിട്ടും ഹെപ്പറ്റൈറ്റിസ് B ഇത് വാക്സിൻ ആയിരിക്കും. അപ്പം അതാണ് പഴുത്ത് കുഞ്ഞിന്റെ അസ്വസ്ഥതയും ഇൻഫെക്ഷനൊക്കെ ആകാനുള്ള കാരണം. അതേസമയം നവജാത ശിശുക്കളുടെ തുടയുടെ മുകൾ ഭാഗത്ത് പ്രതിരോധ കുത്തിവെപ്പ് എടുക്കാനിടയില്ലെന്നും ഇത്രയും നീളമുള്ള സൂചി പ്രതിരോധ കുത്തിവെപ്പിന് ഉപയോഗിക്കാറില്ലെന്നും പരിയാരം മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. പരാതി അന്വേഷിക്കാൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെ 4-അംഗ സമിതിയെ നിയോഗിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. പരാതിയിൽ പോലീസ് കേസെടുത്തു. കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർ, നഴ്സിംഗ് സ്റ്റാഫ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. സമഗ്ര ന്യൂസ്, പാനൂർ.